നാലാമത്തെ കാര്യം ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ജരീർ റളിയല്ലാഹു അൻഹു പറയുന്നത് വയഊദുൽ മദീന ഫീ അഖ്സൽ മദീന, മദീനയുടെ അങ്ങേ അറ്റത്താണെങ്കിലും ആരെങ്കിലും സുഖമില്ലാതെ കിടക്കുന്നു എന്നറിഞ്ഞാൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയി കാണുമായിരുന്നു എന്ന് ജരീർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഒരിക്കൽ അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി വഴിയിൽ ഒരു വലിയ കുടിയുണ്ടാക്കി വെച്ചു. വലിയൊരു കുടിയുണ്ടാക്കി വെച്ചിട്ട് തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറഞ്ഞു പോയി പറയുക, മുഹമ്മദിനോട് പോയി പറയുക, ഞാൻ സുഖമില്ലാതെ കിടക്കുന്നു എന്ന് പറയാ. സുഖമില്ലാതെ കിടക്കുന്നു എന്നറിഞ്ഞാൽ റസൂലുള്ള വരുമല്ലോ. അബൂജഹൽ വലിയ കുടിയുണ്ടാക്കി വെച്ചിട്ട് വീട്ടിന്റെ അകത്ത് പോയി പുറച്ചു മൂടിക്കിടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ നടന്നു വരുന്ന വഴിയിൽ ആ കള്ളക്കുടിയിൽ വീണ് കിടക്കുമ്പോ കല്ലെറിയാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് തയ്യാറെടുത്തത്. സുബ്ഹാനല്ലാഹ്. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരാൾ വന്നു പറഞ്ഞു, നബിയേ, അബൂജഹൽ പരിപിടിച്ച് കിടക്കുന്ന റസൂലേ. അല്ലാഹുവിന്റെ റസൂൽ പെട്ടെന്ന് എഴുന്നേൽക്കുകയാണ്. അല്ലാഹുവേ, സുഖമില്ലാതെ കിടക്കുകയല്ലേ, ഒന്ന് കാരണമല്ലോ എന്ന് പറഞ്ഞെഴുന്നേറ്റ് ആവേശത്തോടെ നടന്നു വന്ന് ആ കുടിച്ചിട്ടിരിക്കുന്ന കുടിയുടെ മുമ്പിലെത്തുമ്പോ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് പറഞ്ഞു, നബിയേ, ഒരടി മുമ്പോട്ട് വെക്കല്ലേ നബിയേ, അവൻ കള്ളനാണ് നബിയേ, അവൻ അസുഖമില്ല നബിയേ, ഈ കുടിക്കകത്തങ്ങനെ വീഴ്ത്താനുള്ള ചതിയാണ് നബിയേ, അതുകൊണ്ട് അവിടുന്ന് തിരിച്ചു പോവുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചുപോയി. പ്രവാചകൻ തിരിച്ചുപോയെന്നറിഞ്ഞപ്പോ അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി മുഹമ്മദിനെ വിളിക്കാൻ വേണ്ടി ഇറങ്ങി ഓടുകയാണ്. ഓടുന്ന കൂട്ടത്തിൽ അറിയാതെ കുടിച്ചിട്ട കുടിയിലേക്ക് അബൂജഹൽ തന്നെ വന്ന് വീഴുകയാണ്. അബൂജഹൽ വീണപ്പോ മുഹമ്മദാണ് വീണെന്ന് കരുതി ജനങ്ങളെല്ലാവരും കല്ലെറിയാ തുടങ്ങി. ആ കിണറ്റിനകത്ത് കിടന്നുകൊണ്ട് അബൂജഹൽ പറഞ്ഞു, ഞാൻ മുഹമ്മദല്ല, ഞാൻ നിങ്ങളുടെ നേതാവ് അബൂജഹലാണ്, ഞാൻ നിങ്ങളുടെ നേതാവ് അബൂജഹലാണ്. വലിയ തടിയും പൊക്കവും മാത്രമേ ഉള്ളൂ, ബുദ്ധി നഹി ബോൾത്തി ഹേ. അതുകൊണ്ടാണ് അബൂജഹൽ എന്ന് പറഞ്ഞാൽ വിവരം കെട്ടവരുടെ വാപ്പ എന്നാണ് അർത്ഥം. ഇതിൽ കൂടുതൽ ഇനി ഒരു സ്ഥാനപ്പേര് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഇതാണ് എന്നെ കല്ലെറിയത് ഞാൻ മുഹമ്മദല്ല അബൂജഹലാന്ന് പറഞ്ഞു. ഒരിക്കലും കയറാൻ പറ്റൂല, ഒരിക്കലും കയറാൻ പറ്റില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കിണറിന്റെ മുകളിൽ ഭാഗത്ത് വന്നിട്ട് പറഞ്ഞു, നീ ഷഹാദത്ത് കലിമ പറഞ്ഞ് മുസ്ലിം ആവുമെങ്കിൽ നിന്നെ ഞാൻ കേട്ടിത്തരാമെന്ന് പറഞ്ഞു. അബൂജഹലിനോട് ചോദിച്ചു, നീ മുസ്ലിം ആവോ? എപ്പോ മുസ്ലിം ആവുമെന്ന് ചോദിച്ചു. അബൂജഹലിന് കയ്യങ്ങോട്ട് നീട്ടിക്കൊടുത്തു. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തിന്റെ അപാരമായ പ്രഭയേറ്റുകൊണ്ട് അബൂജഹൽ ആ വിരൽ തുമ്പിൽ പിടിച്ച് കയറി വന്നിട്ട് മുകൾ ഭാഗത്ത് നിന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, പറയൂ ഷഹാദത്ത്. അബൂജഹൽ പറഞ്ഞു, ഇതൊരു നല്ല മാജിക്കാണ്, സൂപ്പറായിരുന്നു, നീ ഒരു നല്ല മജീഷ്യനാണ്, പക്ഷെ ഒരിക്കലും പ്രവാചകനായിട്ട് അംഗീകരിക്കില്ല. അതങ്ങനെയാണ്. കുഫാറിന്റെ കുടിയിൽ വീണ് സുഖവും രസവും അനുഭവിച്ചാൽ പിന്നെ അതിൽ നിന്ന് കേറി വരാൻ വലിയ പ്രയാസമാണ്. ഒളിച്ചിരുന്ന് ഖുർആൻ വരെ കേട്ടിട്ടുണ്ട് ഈ പഹേൽ.